ശബരിമല സ്വർണ്ണക്കവർച്ചിൽ വ്യവസായി ഡി മണിക്ക് പങ്കുണ്ടെന്ന് SIT സ്ഥിരീകരണം. ഡി മണിയെ ഇന്നോ നാളെയോ ചെന്നൈയിലെത്തി ചോദ്യം ചെയ്യും. ശബരിമലയിലെ 4 പഞ്ചലോഹ വിഗ്രഹങ്ങൾ കടത്തിയെന്നും ഡി മണി വാങ്ങിയെന്നുമാണ് ദുബായ് വ്യവസായി മൊഴി നൽകിയത്. അതേസമയം മുൻകൂർ ജാമ്യാപേക്ഷ തേടി KP ശങ്കരദാസും N വിജയകുമാറും കോടതിയിൽ. ഇരുവരെയും വെള്ളിയാഴ്ച ചോദ്യം ചെയ്യും. ശബരിമലയിലെ വിഗ്രഹങ്ങൾ വാങ്ങിയതായി വിദേശ വ്യവസായി മൊഴി നൽകിയ ഡി മണി എന്നയാൾ ഉണ്ടെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. വ്യവസായിയുടെ മൊഴിയിൽ പറയുന്ന ഡി മണിയുടെ സംഘത്തിലുള്ളവരെ SIT ഫോണിൽ ബന്ധപ്പെട്ടു. മൊഴിയെടുക്കാനായി SITയുടെ സംഘം ചെന്നൈയിലേക്ക് പോയി. ശബരിമലയിൽ 4 പഞ്ചലോക വിഗ്രഹങ്ങൾ കടത്തിയെന്നും ഡി മണി അത് വാങ്ങിയെന്നുമാണ് മൊഴി. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തലയാണ് ദുബായിലെ വ്യവസായിക്ക് ചില വിവരങ്ങൾ അറിയാമെന്ന വിവരം SITയെ രേഖാമൂലം അറിയിച്ചത്. തുടർന്നാണ് വ്യവസായിയുടെ മൊഴിയെടുത്തത്. 2019-20 വിഗ്രഹങ്ങൾ കടത്തിയതെന്നും വ്യവസായി SITയെ അറിയിച്ചു. ശബരിമലയുടെ ഭരണചുമതലയുള്ള ഉന്നതർ നേതൃത്വം നൽകി. 4 പഞ്ചലോക വിഗ്രഹങ്ങൾ കടത്തി. രാജ്യാന്തര സംഘമാണ് ഇതിനു പിന്നിൽ. ഉണ്ണികൃഷ്ണൻ പോറ്റിയായിരുന്നു ഇതിനും ഇടനില. 2020 ഒക്ടോബർ 26 തിരുവനന്തപുരത്ത് വെച്ചാണ് പണം കൈമാറ്റം നടന്നതെന്നും ഡി മണിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഉന്നതനും മാത്രമാണ് പങ്കെടുത്തതെന്നും മൊഴിയിൽ പറയുന്നുണ്ട്. അതേസമയം വെള്ളിയാഴ്ച SIT സംഘം ചോദ്യം ചെയ്യാനിരിക്കെ KP ശങ്കരദാസും N വിജയകുമാറും മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. ജനം, തിരുവനന്തപുരം.